Hi, welcome back to Salem Learning. It's me, VK. തീർച്ചയായിട്ടും തമ്പനയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുന്നത് സാർക്ക് അറിയാം. യെസ്, നാളെ നടക്കുന്ന +2 ബിസിനസ് സ്റ്റഡീസ് എക്സാമിൽ 54 മാർക്ക് വരെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീഡിയോ ആണിത്. സോ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പൊ നമുക്കറിയാം +2 ബിസിനസ് സ്റ്റഡീസിന്റെ പാറ്റേൺ അനുസരിച്ച്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിന്റെ സെക്ഷനാണ്. അതിൽ നിന്ന് 10 എണ്ണമോ 8 എണ്ണമോ നമുക്ക് എഴുതേണ്ടി വരും. ഇനി അവസാനത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 8 മാർക്കിന്റെ എസ്സേ ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് 2 എണ്ണം നമുക്ക് കൺഫേം ആയിട്ട് എഴുതേണ്ടി വരും. അങ്ങനെ മൊത്തം എടുക്കുന്ന സമയത്ത് 26 മാർക്കാണ് നമുക്ക് നേടിത്തരുന്നത്. ബാക്കി നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും? 54 മാർക്ക് ഉണ്ടാവും. അതിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന 54 മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കാം, ഓരോ ചാപ്റ്റേഴ്സിലെയും ഈ 54 മാർക്ക് നേടിത്തരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത്രയും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ക്രിസ്മസ് എക്സാം പാറ്റേൺ അനുസരിച്ച് ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൺഫേം ആയിരിക്കും. സോ ഇത്രയും ചോദ്യങ്ങളിൽ ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ദെൻ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗ്രണൈസിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോർഡിനേഷൻ ആണ്. സോ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ബൈൻഡിംഗ് ഫംഗ്ഷൻ, എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം, ലെവൽസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ ഇത്രയും ചോദ്യങ്ങളിൽ ആ ചോദ്യം 2 ചോദ്യം എന്താക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ്, സർ കുറെ പ്രിൻസിപ്പിൾസ് പഠിക്കാനല്ലേ, ഇത്രയും ടെക്നിക്സ് പഠിക്കാനല്ലേ, എല്ലാം പഠിക്കണം എന്നുള്ള കാര്യം. നമുക്ക് ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എല്ലാ പ്രിൻസിപ്പിൾസ് 14 പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ടെക്നിക്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞില്ല. നേരെ മറിച്ച് ഇപ്പം ഫംഗ്ഷൻ ഫോർമാൻഷിപ്പ് ചോദിക്കാറുണ്ട്. സോ ഇതേപോലെ ഷോ ദിസ് ടെക്നിക് ഇൻ എ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഫോർമാൻഷിപ്പിന്റെ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കേലാർ ചെയിൻ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചില ടെക്നിക്സും ചില പ്രിൻസിപ്പിൾസുമാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. സോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, ഓർഡർ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഇത് പഠിച്ചു വെച്ചേക്കാം. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഒറ്റ ചോദ്യം മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഇതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെലക്ട് എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡയമെൻഷൻസും സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്ന സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്, ലീഗൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഈ 5 ഡയമെൻഷൻസും 5 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നിർബന്ധമാണ് പഠിച്ചു വെച്ചേക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഇനി പ്ലാനിംഗ് എന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിൽ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഉണ്ട്, സിംഗിൾ യൂസ് പ്ലാനുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്ലാനും ഉറപ്പായിട്ടും ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചാപ്റ്ററിലേക്ക് ഓർഗനൈസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഓർഗനൈസിംഗിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ടേം എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ചോദിക്കാറുണ്ട്. ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറുണ്ട്. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതേപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ചോദിക്കാറുണ്ട്. ഇതിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. സോ അത് ഈ 2 ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാഫിംഗിലെ സിമ്പിൾ പ്രോസസ്, ഒരുപാട് പ്രോസസ് സ്റ്റാഫിംഗിലുണ്ട്. ആ ചോദ്യം ഒരുപക്ഷെ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിനടുത്ത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. സോ അതൊരു 4 എണ്ണമോ 5 എണ്ണമോ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കാം. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ വേണ്ടി പറ്റും. ഇതിനടുത്തത് ഏതൊക്കെ ടെസ്റ്റുകളാണ് സെലക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്, AI ടിപ്പ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, അല്ലെ, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററും കൂടിയാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്.
ഇനി അടുത്തത് ഡയറക്ടിംഗ് എന്ന ചാപ്റ്റർ ആണ്. ഡയറക്ടിംഗ് സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടിംഗും വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തേത് നമുക്കറിയാം സൂപ്പർവൈസർ പെർഫോം ചെയ്യുന്ന റോളുകൾ എന്തെല്ലാമാണ്. ഇതൊരു 4 മാർക്ക് 5 മാർക്കിന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് എന്തെല്ലാമാണ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ് ഏതൊക്കെ തരത്തിലുണ്ട്? ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. ഇതും ഒരു 4 മാർക്കിന് ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ. ഇതിനടുത്ത ലീഡർഷിപ്പ് സ്റ്റൈൽസ്, 3 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ഓഫ് ബിസിനസ്, അല്ലെ? ഒരു ബിസിനസ്സിൽ മോട്ടിവേഷന്റെ പ്രത്യേകത, ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചുള്ളത്. ഇത് ചിലപ്പോഴേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കട്ടോ. ദെൻ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ഡ്രോയിങ് എ ഡയഗ്രാം. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്ന എലമെന്റുകൾ എന്തെല്ലാമാണ്, അത് ആ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടി പഠിച്ചു വെക്കണം. സെന്ററും റിസീവറും തമ്മിലുള്ള ഒരുപാട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ, സ്റ്റേജസ് അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്, എലമെന്റ്സുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നെറ്റ്വർക്ക് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഒരുപക്ഷെ ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെറ്റ്വർക്ക് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. സോ അത് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നെറ്റ്വർക്കിലേക്ക് തന്നെയാണ്. നെറ്റ്വർക്ക് ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ ഇമ്പോർട്ടൻസ് നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട് നമുക്കറിയാം. സോ ആ ചോദ്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കാം. ഇനി 8ാമത്തെ ചാപ്റ്റർ ആണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. കൺട്രോളിംഗിൽ നിങ്ങൾ 2 ചോദ്യം മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തേത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്ലാനിങ്ങും കൺട്രോളിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് 3 പോയിന്റുകളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസും ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു ഷോർട്ട് എസ്സേ രൂപത്തിലാണ് ഈ 2 ചോദ്യങ്ങളും വരാറുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. നേരത്തെ ഡയറക്ടിങ്ങും സ്റ്റാഫിങ്ങും പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, 2 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2 മാർക്കിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്തോളാം. ഇനി അടുത്തത് ഫിനാൻസ് മാനേജർ 3 പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് 3 ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ച്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് ഫിനാൻസിംഗ് ഡിസിഷൻ. ഈ 3 ഡിസിഷൻസും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 3 മാർക്ക് മുതൽ 5 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സും ഓർത്ത് വെക്കുക. അടുത്തൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഫോർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന റിക്വയർമെന്റ് ആയിരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. പഠിച്ചു വെച്ചേക്കാം. Then working capital, what do you mean by working capital? List out any 4 factors affecting working capital. Working capital എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്. സോ ഈ 3 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഒന്നാമത് ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലോ വർക്കിംഗ് ക്യാപിറ്റലോ ആയിരിക്കും. നിങ്ങൾക്ക് നാളെ നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യം, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ചോദ്യം ഇതായിരിക്കും. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് നാളെ 54 മാർക്കോളം നേടിത്തരാൻ വേണ്ടി പോകുന്ന കിടിലം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പോയിന്റ് ഔട്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ലൈഡിൽ കൊടുത്തുള്ള മറ്റു ചോദ്യങ്ങളും വായിച്ചു നോക്കുക. അതുമായി ബന്ധപ്പെട്ട ആൻസറുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ മികച്ച മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.